മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു മനസ്സോടെ, ഒരു ലക്ഷ്യത്തോടെ, ഒരു വിശുദ്ധയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ലീമായിലെ വിശുദ്ധ റോസ്. ആ ജീവിതം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ആ ജീവിതം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനങ്ങളുണ്ടാകട്ടെ. ഇതാ വചനം തരുന്നു. 37-ാം സങ്കീർത്തനം 3-ാം വാക്യം. വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. ഭൂമിയിൽ സുരക്ഷിതമായി വസിക്കാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതിയെന്ന്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നവർ ധാരാളം ഉണ്ടാകും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്താൽ സുരക്ഷിതമായി ജീവിക്കാം. ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ സ്വീകരിച്ച ഒരു വിശുദ്ധയാണല്ലോ ലീമായിലെ വിശുദ്ധ റോസ്. അവൾ ദൈവഭക്തിയും സുന്ദരിയുമായിരുന്നു. സൗന്ദര്യത്തെക്കുറിച്ച് ഭയത്തോടെയാണ് അവൾ വീക്ഷിച്ചത്. അവളുടെ കണ്ണ്, അവളുടെ മുടി, അവളുടെ നിറം, ഇവയൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് അവൾ കാത്തു സൂക്ഷിച്ചത്. അത് അനേകം മക്കളെ തിന്മയിലേക്ക് നയിക്കുമെന്ന് അവൾക്കറിയാം. ദൈവം തന്ന ഈ ദാനത്തെ വളരെ സൂക്ഷ്മതയോടെ അവൾ കാത്തു സൂക്ഷിച്ചു. ദൈവസ്നേഹത്തിന് വിശുദ്ധി നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാൻ സുന്ദരിയും ദൈവഭക്തിയുമായ ലീമായിലെ വിശുദ്ധ റോസ് ശ്രദ്ധിച്ചിരുന്നു. രോഗങ്ങളും പീഡകളും വർദ്ധിക്കുമ്പോഴും അവൾ കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: കർത്താവേ, എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം എൻ്റെ സഹനശക്തിയും വർദ്ധിപ്പിച്ചു തരിക. ലീമായിലെ വിശുദ്ധ റോസ് ഇങ്ങനെ പറയുമായിരുന്നു: ഈശോയെ, എനിക്ക് അങ്ങയെ മാത്രം മതി. ഈശോയെ, നിന്റെ ഇഷ്ടം മാത്രം എനിക്ക് മതിയെന്ന്. ഈശോയുടെ ഒരിക്കൽ അവൾ പ്രാർത്ഥിച്ചു. വായിക്കാൻ പഠിക്കാത്ത, സ്കൂളിൽ പോകാത്ത ലീമായിലെ റോസ് ഉണ്ണീശോയോട് പറഞ്ഞു, എന്നെ ഒന്ന് വായിക്കാൻ പഠിപ്പിക്കുമോ? ഈശോ പറഞ്ഞു, പുസ്തകം കൊണ്ടുവരൂ. വിശുദ്ധ കാതറിൻ്റെ പുസ്തകം അവൾ കൊണ്ടുവന്നു. നീ വായിച്ചോ. അക്ഷരജ്ഞാനമില്ലാത്ത ലീമായിലെ റോസ് പുസ്തകം അവൾ വായിക്കാൻ തുടങ്ങി. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? പഠിച്ചിട്ട് മനസ്സിലാകാൻ പറ്റാത്ത കുട്ടികളുണ്ടോ? വിശുദ്ധ ലീമായോട് പ്രാർത്ഥിക്കുക. വായിക്കാൻ ബുദ്ധിമുട്ടുള്ള, കൂട്ടക്ഷരം വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടോ? ലീമായിലെ വിശുദ്ധ റോസിനോട് പ്രാർത്ഥിക്കുക. സൗന്ദര്യത്തിൻ്റെ പിറകെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന സുന്ദരന്മാരും സുന്ദരികളുണ്ടോ? ലീമായിലെ വിശുദ്ധ റോസിനോട് പ്രാർത്ഥിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ലീമായിലെ വിശുദ്ധ റോസിൻ്റെ ഈ സംഭവം, എപ്പിസോഡ് ആർക്കെല്ലാം ഷെയർ ചെയ്യുന്നുവോ അവരും, ആരൊക്കെ ഷെയർ ചെയ്യുന്നുവോ അവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.